വെൽക്കം ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗ്രിൽഡ് ഫിഷ് റെസിപ്പിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫിഷ് ഏതാണെന്ന് വെച്ചാൽ കാളാഞ്ചിയാണ്. അപ്പം അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്യാനുള്ള പരുവത്തിന് ഇങ്ങനെ വരഞ്ഞ് രണ്ട് സൈഡും വരഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇതിലേക്ക് ആദ്യം വേണ്ടത് എന്താണ്, മല്ലിയിലയാണ്. കുറച്ച് മല്ലിയില വേണം. പിന്നെ ശകലം ഇഞ്ചി, പിന്നെ പച്ചമുളക് വേണം. അതേപോലെ ലൈമ്, ഹാഫ് ലൈമ്, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ചുമന്നുള്ളി, പിന്നെ വേണ്ടത് തക്കാളിയാണ്, ഒരു തക്കാളി. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ മാങ്ങയാണ്. അപ്പം ഇത് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഇവിടെ എൻ്റെ കയ്യിൽ പച്ചമാങ്ങയില്ല, അതുകൊണ്ട് ഞാൻ ഫ്രോസൺ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3-4-5 കഷ്ണം മാങ്ങ. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് പുരട്ടുകയാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടീസ്പൂണോളം ഫിഷ് കറി മസാല ചേർത്ത് കൊടുക്കുക. അതേപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം എരിവനുസരിച്ചിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതാണ് ഇത്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ച് ഈ പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് വേണ്ട പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പം ഈ ബട്ടർ മെൽറ്റ് ചെയ്തത് ഈ മീനിനകത്തോട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് 2 സൈഡിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം സൈഡിലും തേച്ച് കൊടുക്കുക, അതിനുള്ളിലും എല്ലാം നന്നായിട്ട് ഈ ബട്ടർ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മസാല, അരച്ചു വെച്ചിരുന്ന മസാല ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ വരഞ്ഞതിനകത്തൊക്കെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടി അതിനുള്ളിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പം 2 സൈഡിലും അതേപോലെ അതിൻ്റെ ആ കട്ട് ചെയ്ത വയറിൻ്റെ പോർഷനിലും എല്ലാം നന്നായിട്ട് ചേർത്ത് തിരുമ്മി മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് മസാല നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ, അര തൊട്ട് 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മസാല എല്ലാം അതിനകത്ത് നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പം ഞാൻ ഇത് ഗ്രില്ല് ചെയ്യുന്നത് എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം നമുക്ക് ഈ സെയിം മസാല തന്നെ വെച്ച് വേണം ഉണ്ടെങ്കിൽ നമുക്ക് തവ ഫ്രൈ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഇപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 30 മിനിറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോയിൽ പേപ്പറിനകത്തോട്ട് ഇതിട്ടിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് എയർ ഫ്രയറിൽ വെക്കാൻ പോവുകയാണ്. അപ്പം അത് നന്നായിട്ട് മടക്കി നമ്മുടെ ഫോയിൽ പേപ്പർ നന്നായിട്ട് സീൽ ചെയ്ത് എയർ ഫ്രയറിനകത്ത് വെച്ച് ഒരു 45 മിനിറ്റ്സോളം ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് നല്ല അടിപൊളിയായിട്ട് ഗ്രില്ലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഫിഷ് ഗ്രില്ല് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാങ്ങയൊക്കെ ചേർത്തിട്ട് നല്ല മസാലയൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെയിം മസാല തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷ് തവ ഫ്രൈ ചെയ്താലും നല്ലതാണ്. ഈ രീതിയിൽ മസാല ഉണ്ടാക്കി തവ ഫ്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.